യാത്രകളിലെ റീൽ വില്ലന്മാർ വിനോദം അതിരുകടക്കുമ്പോൾ വഴിമുട്ടുന്ന യാത്രക്കാർ. റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും എന്തിനേറെ ഓടുന്ന ബസ്സുകൾക്കുള്ളിലും ഇന്ന് ഒരു കാഴ്ച സ്ഥിരമാണ്. കയ്യിൽ മൊബൈൽ ഫോണും മുഖത്തെ കൃത്രിമ ഭാവങ്ങളുമായി ചുവടുവെക്കുന്ന റീൽ പ്രേമികൾ. ആധുനിക കാലത്തെ ഡിജിറ്റൽ വിപ്ലവം മനുഷ്യനെ സർഗാത്മകനാക്കിയെങ്കിലും അതിന്റെ അതിപ്രസരം സഹയാത്രക്കാരുടെ സ്വകാര്യ ജീവിതം കവർന്നെടുക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. യാത്ര എന്നത് പലർക്കും വിശ്രമത്തിനോ ജോലി സംബന്ധമായ ചിന്തകൾക്കോ ഉള്ള സമയമാണ്. എന്നാൽ തൊട്ടടുത്തിരുന്ന് ഉച്ചത്തിൽ പാട്ടുവെക്കുന്നതും ക്യാമറയുമായി വട്ടം ചുറ്റുന്നതും സഹയാത്രക്കാരെ അങ്ങേയറ്റം അസ്വസ്ഥരാക്കുന്നു. അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ ദൃശ്യങ്ങൾ പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തി റീലുകൾ ചിത്രീകരിക്കുന്നത് മൗലികമായ സ്വകാര്യതയുടെ ലംഘനമാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ തങ്ങളുടെ മുഖം വരുന്നത് ഇഷ്ടപ്പെടാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്ന ബോധ്യം പലപ്പോഴും ഈ കോണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ഉണ്ടാകാറില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ വാതിൽക്കൽ തൂങ്ങി നിന്നും പ്ലാറ്റ്ഫോമുകളിലെ മഞ്ഞവര മുറിച്ചുകടന്നും നടത്തുന്ന ചിത്രീകരണങ്ങൾ പലപ്പോഴും ദുരന്തങ്ങളിലേക്കാണ് അവസാനിക്കാറുള്ളത്. സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്നതിനോടൊപ്പം റെയിൽവേ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്താനും ഗതാഗത തടസ്സമുണ്ടാക്കാനും ഇത്തരം പ്രവണതകൾ കാരണമാകുന്നു. ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി നടത്തുന്ന ഈ മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള പ്രകടനം ജീവിതകാലം മുഴുവൻ നീളുന്ന ദുരന്തമായി മാറിയേക്കാം. മര്യാദകൾ വിസ്മരിക്കപ്പെടുമ്പോൾ പൊതുയിടങ്ങളിൽ പാലിക്കേണ്ട അടിസ്ഥാന മര്യാദകൾ പോലും ലംഘിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ദൂഷ്യവശം. മറ്റ് യാത്രക്കാർക്ക് നടക്കാൻ തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ട്രൈപോഡുകൾ സ്ഥാപിക്കുന്നതും ആവർത്തിച്ചുള്ള റീടേക്കുകൾ മൂലം വഴി തടസ്സപ്പെടുത്തുന്നതും ഇന്ന് പതിവായിരിക്കുന്നു. വിനോദം ഒരിക്കലും മറ്റൊരാളുടെ വിമ്മിഷ്ടമാകരുത്. വിരൽത്തുമ്പിലെ കാഴ്ചകൾക്ക് വർണ്ണപ്പകിട്ടേകാൻ സഹയാത്രക്കാരുടെ സ്വസ്ഥത ബലി കൊടുക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല. നിയമങ്ങൾ കർശനമാക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ ക്യാമറ കണ്ണുകൾ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കോ സുരക്ഷിതത്വത്തിലേക്കോ നീളുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ഓരോ വ്യക്തിക്കും കഴിയണം. യാത്രകൾ എന്നും ഓർമ്മകൾ കുറിക്കാനുള്ളതാകട്ടെ, അല്ലാതെ അന്യന്റെ സ്വൈര്യക്കേടാവരുത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.